മൂഡ് സ്വിങ്ങിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും ആൺകുട്ടികളിൽ ഡ്രഗ് അബ്യൂസും ആൽക്കഹോൾ യൂസും അഗ്രഷനും ഒക്കെ ഒരു ഇച്ചിരി കൂടുതലാകുന്നത്. പുരുഷന്മാർക്ക് അങ്ങനെ ഒരു സൈക്ലിക്കലായിട്ടുള്ള ഒരു ഹോർമോൺ, ഒരു പക്ഷേ തൈറോയ്ഡ് മാത്രമേ സൈക്ലിക്കൽ ചേഞ്ച് വരുന്നതും മൂഡിൽ എഫക്റ്റീവായിട്ടുള്ള ഹോർമോണുകൾ കുറവാണ്. അതിപ്പോൾ ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്, ഞാൻ അങ്ങ് വിചാരിച്ചാൽ ഹാർട്ട് അറ്റാക്ക് അങ്ങ് ശരിയാകുമോ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അത്രയല്ല. അല്ലെങ്കിൽ എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, ഓക്കെ, ഞാനങ്ങ് ചിന്തിച്ചാൽ ഡയബറ്റീസിനെ അങ്ങ് ശരിയാക്കാം, ഇൻസുലിൻ ലെവൽ എന്ന പോലെയുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകൾ അപ്പം മറ്റുള്ളവരായിരിക്കും കുറേ കൂടെ ചിലപ്പം പെട്ടെന്ന് തിരിച്ചറിയുന്നത്. ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണെന്ന്, അല്ലെങ്കിൽ ആത്മഹത്യയുടെ ചിന്ത വരുന്നത് അബ്നോർമലാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ 10-20 വയസ്സായി. എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്, ഡോക്ടറെ കാണേണ്ട അത്യാവശ്യമാണ്, എനിക്ക് ടെൻഷനുണ്ട്, യു കാൺട്ട് സീ ഇറ്റ്. neither can I convert that into a seeable version. ആ സമയത്ത് മൂഡ് വേരിയേഷൻ ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാകാമെന്നല്ല, ചിലർ അതിനോട് കൂടുതൽ സെൻസിറ്റീവാണ്. നമസ്കാരം, ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. ശരീരത്തിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണും. എന്നാൽ നമ്മുടെ മനസ്സിനൊരു വിഷമം വന്ന് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടായാൽ എത്ര പേര് ഒരു ഡോക്ടറെ കാണും? ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചി ആസ്റ്ററിലെ സീനിയർ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ TR ജോൺ ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഡോക്ടറെ കാണും. നമ്മുടെ മനസ്സിനൊരു ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ മടിക്കും. ഭയം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണേണ്ടത് അനിവാര്യമാണോ? ഒന്നാമത്തെ ചോദ്യം ഉണ്ടല്ലോ, ഒരു മാനസിക രോഗം വന്നാൽ ഡോക്ടറെ കാണാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത്. അതിനൊരു ഉത്തരം പറയുക, അതൊരു കോംപ്ലക്സ് ചോദ്യമാണ്. നമ്മളെപ്പോഴും പറയുന്ന മാനസിക രോഗത്തെക്കുറിച്ചുള്ള പേടി കൊണ്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അങ്ങനെയല്ലത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അതൊരു മാനസിക രോഗമാണെന്ന് തിരിച്ചറിയണ്ടേ. കുട്ടിക്കാലം മുതൽ ആങ്സൈറ്റി ഉണ്ടായിരുന്ന ഒരാൾക്ക് ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് അബ്നോർമലാണെന്ന് പുള്ളിക്ക് എങ്ങനെ അറിയാം? അവർക്കെങ്ങനെ മനസ്സിലാവും? അല്ലെങ്കിൽ എന്നോടൊരു രോഗി ചോദിച്ചു പോയില്ല, ഡോക്ടറെ 5-ാമത്തെ വയസ്സ് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചതാണ്. ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണെന്ന്, അല്ലെങ്കിൽ ആത്മഹത്യയുടെ ചിന്ത വരുന്നത് അബ്നോർമലാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ 10-20 വയസ്സായി, ആകേണ്ടി വന്നു. അപ്പോഴും മാസികകളിൽ കൂടെയും പത്രങ്ങളിൽ കൂടെയും എനിക്ക് മനസ്സിലാകുന്നത്. സോ നമുക്കത് തിരിച്ചറിയാൻ പറ്റിയില്ലെന്നിരിക്കും, ഇതൊരു അബ്നോർമലാണ്, അല്ലെങ്കിൽ ഇതിനൊരു രണ്ടാമത് അറിഞ്ഞാൽ തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ലായിരിക്കും. ഇങ്ങനെ ഡോക്ടറുണ്ട്, ഇതിന് മരുന്നുണ്ട്, മരുന്നിന് എഫക്റ്റ് ഉണ്ടാകാം, ആ വിവരം അതിനെക്കുറിച്ചുള്ള നോളജ് നമുക്കില്ലായിരിക്കും. മൂന്നാമത്തേത്, മറ്റുള്ളവർ ഒന്നാമത്തെ കാര്യം, നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകൾ അപ്പം മറ്റുള്ളവരായിരിക്കും കുറേ കൂടെ ചിലപ്പം പെട്ടെന്ന് തിരിച്ചറിയുന്നത്. അവർക്കിതൊരു അബ്നോർമൽ ആണ്, ഇതൊരു രോഗം കൊണ്ടാണെന്നുള്ള അറിയാനുള്ള അറിവ് അവർക്കില്ലായിരിക്കും. അവനൊരു ചീത്ത പയ്യനാണ്, അല്ലെങ്കിൽ അവനൊരു മനക്കെട്ടി ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ അവൻ പണ്ട് മുതലേ ഇങ്ങനെയായിരുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ടീനേജേഴ്സ് എല്ലാം ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ദേ ആർ റിബൽസ്, ദേ ആർ പ്രോബ്ലം, അങ്ങനെ പറഞ്ഞ് അതിനെ ജസ്റ്റിഫൈ ചെയ്ത് മറ്റൊരു രീതിയിൽ അതിനെ കണ്ട് പോവും. ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുക്ക് വന്ന ഒരു കുട്ടിയാണ്, 10-ാം ക്ലാസ് വരെ മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി, 11 പാതി വരെ നന്നായിട്ട് പഠിച്ചു. ഒരു ദിവസം അവൻ ക്ലാസ്സിൽ പോയപ്പം, ഇതെന്നോട് പറഞ്ഞ സ്റ്റോറിയാണ്, ഒരു ദിവസം ക്ലാസ്സിൽ പോയപ്പം അവൻ്റെ കൂട്ടുകാരൻ അവനെക്കുറിച്ച് എന്തോ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു. അതിൽ പുള്ളി ക്ലാസ് പോകുന്നില്ല. അതപ്പം അവരാ കുറ്റം മുഴുവൻ മറ്റേ കുട്ടിയുടെ ഇതിലോട്ടാണ് ചാരിയത്. നമ്മൾ ഹിസ്റ്ററി എടുത്ത് വരുമ്പം ആക്ച്വലി അവന് ഡിപ്രഷൻ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ തുടങ്ങി. അതൊരു ട്രിഗർ മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഒരു ട്രിഗർ അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് കാണാമറയത്തുനിന്ന് കാണാത്തിലോട്ട് മാറാനുള്ള ആ കതവ് തുറന്നത് ആ സമയത്തായിരുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, മറ്റ് റാഷണലൈസേഷൻസ്, മറ്റ് കാരണങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ടായിരിക്കാം നമുക്ക് പറ്റിയത്. അപ്പം പിന്നെ സൈക്യാട്രിസ്റ്റിൽ പോകേണ്ട കാര്യമില്ലല്ലോ, ഇല്ല. അങ്ങനെ വേണ്ടിയിട്ട് പിന്നെ സ്റ്റിഗ്മ ഉണ്ട് സൈക്യാട്രിയെക്കുറിച്ച്, പിന്നെ അതിനെക്കുറിച്ചുള്ള പേടികളുണ്ട്. ഇന്നലെയും OP വന്ന പേഷ്യൻ്റ് പറഞ്ഞു, അയ്യോ ഡോക്ടറെ, ഇത് കിഡ്നി അലിയിച്ച് കളയുമോ ഞാൻ മരുന്ന് എഴുതി കൊടുത്തപ്പോഴാണ്. അപ്പം ആ നെഗറ്റീവ് പേടികൾ കൊണ്ട് ആൾക്കാർ മരുന്ന് കഴിക്കാതിരിക്കും, ഇനി എഫക്റ്റീവ് അറിഞ്ഞാൽ തന്നെ. സോ
ഒരു മാനസിക പിരിമുറുക്കത്തിന്, മാനസിക അസുഖങ്ങൾക്ക് ചികിത്സ തേടാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇതിലേത് കാരണമാണ് ഒരു പ്രത്യേക പേഷ്യൻറ്റിൽ കൂടുതൽ എന്നത് നമുക്ക് ആ ഒരു ഹിസ്റ്ററി എടുത്താലേ മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ആ ജനറൽ അതിൽ ഒട്ടുമുക്കാലും നമ്മൾ അതൊരു രോഗമാണെന്നോ അതിനൊരു എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നോ ഉള്ള ആ അജ്ഞതയിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇച്ചിരി കൂടെ നേരത്തെ വരണ്ടായിരുന്നു ഈ ഡിപ്രഷനൊക്കെ ഉള്ള. സോ അതുകൊണ്ടാണ് മാനസിക പിരിമുറുക്കം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം എൻ്റെ കൈ മുറിഞ്ഞെന്ന് വെച്ചു, അത് യു ക്യാൻ ഓൾസോ മേക്ക് ഔട്ട്. എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്, ഡോക്ടറെ കാണേണ്ട അത്യാവശ്യമാണ്. എനിക്ക് ടെൻഷനുണ്ട്, യു കാൺട്ട് സീ ഇറ്റ്. നെയ്തർ ക്യാൻ ഐ കൺവേർട്ട് ദാറ്റ് ഇൻറ്റു എ സീയബിൾ വേർഷൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ചികിത്സ തേടാൻ. സോ യു വിൽ സേ, ഡോക്ടറെ എന്തിനാണ് കാണുന്നത്? ഈ ടെൻഷൻ എനിക്കും ഉള്ളതല്ലേ. അത് ഈ പനി, ഞാൻ വളരെ കമ്പയർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 മുതൽ ഉള്ളതാണ്. നമുക്ക് ഇപ്പം ഞാൻ ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യു വിൽ സേ ടെമ്പറേച്ചർ ഒന്നുമില്ല. ദർ ഈസ് എ ടെമ്പറേച്ചർ 98.4, പക്ഷേ യു കൺസിഡർ ദാറ്റ് ആസ് നോർമൽ. അതേസമയം 103 പോവുകയാണെങ്കിൽ ഫീവർ ഉണ്ടെന്ന് പറയും. Now what makes the difference between, അപ്പോൾ ഏത് ഡോക്ടറും എല്ലാവരും പറയും അയ്യോ രോഗമുണ്ട് കേട്ടോ. ഒരു തെർമോമീറ്റർ മേഡ് എ ഡിഫറൻസ്. അപ്പം 99 താഴെയാണോ നോർമൽ, 99 മുകളിലോട്ടാണോ പനി. ഒരു ആങ്സൈറ്റി മീറ്റർ ഇല്ല. ആങ്സൈറ്റി യു ഓൾസോ ഫീൽ, ഐ ഓൾസോ ഫീൽ. പക്ഷേ ഞാനൊരു ആങ്ഷ്യസ് പേഴ്സൺ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സ്കിസോഫ്രീനിയയിൽ എനിക്കുണ്ടാകുന്ന പേടി, അല്ലെങ്കിൽ ഒരു PTSDയിൽ എനിക്കുണ്ടാകുന്ന പേടി, ഒരു ബൈപ്പോളാർ അഫക്റ്റീവ് ഡിസോർഡർ എനിക്കുണ്ടാകുന്ന പേടി, ദാറ്റ് നേച്ചർ ഈസ് ഡിഫറെൻറ്റ്. 98.4 ടെമ്പറേച്ചറും 104 ഡിഗ്രി ടെമ്പറേച്ചറും ഒന്നാണെന്ന് പറയുന്ന പോലെയുള്ളത്. എനിക്കും ടെമ്പറേച്ചർ ഇല്ലേ? ഞാൻ പറയുക എനിക്ക് പനിയാണെന്ന് പറയുമ്പോൾ അയ്യോ എനിക്കും ടെമ്പറേച്ചർ ഉണ്ടെന്ന് പറയുന്നതിന് തുല്യമാണത്. സോ അതുകൊണ്ടുകൂടെ ഒത്തിരി ബുദ്ധിമുട്ടാകും. ഞാൻ ആങ്സൈറ്റി എന്ന് പറയുമ്പം അതേഴ്സ് വിൽ നോർമലൈസ് ഇറ്റ്. അതെനിക്കും ഉള്ളതല്ലേ, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ചികിത്സിക്കേണ്ട. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മെക്കാനിസം കൂടെ ഇല്ലാത്തതാണ്. ഒരു ആങ്സൈറ്റി മീറ്റർ, ഒരു ഡിപ്രഷൻ മീറ്റർ, ഒരു ടെൻഷൻ മീറ്റർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റൊരാൾ അനുഭവിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും അതിന് വേണ്ട ചികിത്സ എടുക്കാതെ പോവുകയും ചെയ്യുന്നു. സോ പല കാരണങ്ങളുണ്ട്, ഇങ്ങനത്തെ പല കാരണങ്ങളുണ്ട് ഒരു മാനസിക പിരിമുറുക്കത്തിന് നമ്മൾ ജോയിൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കാനുള്ളത്. ഈ പഴയ സിനിമകളിലൊക്കെ ഈ ഭ്രാന്ത് വട്ടമൊക്കെ വരുമ്പോൾ ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയും കട്ടിയായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. ശരിക്കും അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? എല്ലാ ചികിത്സകൾക്കും ഈ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന ചികിത്സ വരുന്നത് 1930-കളിലാണ്. അന്ന് ഒരു രോഗം വന്നാൽ വേറെ ഒരു വഴിയില്ല, ഒരു അസൈലത്തിലൊന്ന് അഡ്മിറ്റാക്കി തന്നെത്താൻ ശരിയായാൽ മാത്രമേ ഒരു എഫക്റ്റ് ഉള്ളൂ. അന്നത്തെ കാലത്ത് പല സീരിയസ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപക്ഷെ ചെയ്യാത്ത പല ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ അന്ന് ചെയ്തിരുന്നു, ഇൻക്ലൂഡിങ് ബ്രെയിൻ സർജറി പോലും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നോബൽ പ്രൈസും കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, നോബൽ പ്രൈസ് പോലും കൊടുത്ത് ആദരിച്ചിട്ടുള്ള എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഡെസ്പറേറ്റ് ആയൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നല്ല മെഡിസിൻസ് ഉണ്ട്. ECT ഞാനിപ്പം സൈക്യാട്രിയിൽ 35 കൊല്ലങ്ങളായി. തീർച്ചയായിട്ടും ആദ്യകാലങ്ങളിൽ ഞാൻ ECT ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ ECT ഉപയോഗിച്ചിട്ട് കുറഞ്ഞ പക്ഷം എൻ്റെ അവസാനമായിട്ട് ഞാൻ ഒരു പേഷ്യൻറ്റിന് ECT കൊടുക്കുന്ന 2009 ആർമിയിലായിരിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഓർമ്മ പോലും ഇല്ല ഞാൻ എന്നാ കൊടുക്കുന്നത്. ഡെഫിനറ്റ്ലി 2010 മുമ്പാണ് ഞാൻ അവസാനമായിട്ടൊരു ECT കൊടുക്കുന്നത്. ഓക്കെ, കാരണം മെഡിക്കേഷൻ അത്ര കണ്ട് മുമ്പിലോട്ട് വന്നു. ഒരുപക്ഷെ ഇന്ന് ECTക്ക് ഉള്ള ഏക ഇത് അക്യൂട്ട്ലി സൂയിസൈഡൽ ഡിപ്രസീവ് പേഷ്യൻ്റാണ് ECTക്കുള്ള സ്ട്രെയിറ്റ് ഇൻഡിക്കേഷൻ. വളരെ സൂയിസൈഡലായിട്ടുള്ള
ഒരു പേഷ്യൻ്റ് ഇന്നും ECT ആണ് ഫസ്റ്റ് ഇത്. പക്ഷേ കോമൺ ആയിട്ട് ഒരുപക്ഷെ ഇന്ന് കൊച്ചിയിൽ ECT കൊടുക്കുന്ന വല്ല ഒരു ഹോസ്പിറ്റലോ വല്ലതും കാണും, 1-2 ഹോസ്പിറ്റൽ കാണും. അതുപോലെ കൊടുക്കുന്നില്ല, അത്രയും കേസില്ല. ബാക്കിയെല്ലാം മരുന്ന് കൊണ്ടുകൾ തന്നെ ശരിയാവും. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുറേ ടേമുകൾ കേൾക്കാം, അതായത് മൂഡ് സ്വിങ്സ്, മൂഡ് ഡിസോർഡർ, ബൈപോളാർ ഡിസോർഡർ, ഡിപ്രഷൻ. അപ്പം നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. തീർച്ചയായിട്ടും, വൈ നോട്ട്. ഇപ്പം എല്ലാവരും പറയും എനിക്ക് മൂഡ് ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റൂ, മൂഡ്. അപ്പം മൂഡ് സ്വിങ്സും ഈ മൂഡ് ഡിസോർഡറും ഒന്നാണോ? മൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് ആണ്, കുറേ സസ്റ്റെയിൻഡായ ഇമോഷണൽ സ്റ്റേറ്റ്. ഇംഗ്ലീഷിൽ നമ്മളതിനെ കുറേ കൂടെ ഒന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ നമുക്ക് മൂന്ന് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്: അഫക്റ്റ്, മൂഡ്, ടെമ്പറമെൻറ്റ്. ഓക്കെ, നമുക്കിതിനെ കാലാവസ്ഥയായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, അഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കാണുന്നത്, ഈ മുഖത്ത് നോക്കി ഞാൻ പറയുന്നു, ഓ യു ആർ കണ്ടൻറ്റഡ്, ഹാപ്പി, ചിയർഫുൾ. ഇപ്പം ദിസ് ലാസ്റ്റ് ഫോർ, ഇതൊരു ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. പുറത്ത് സൂര്യന് ഉണ്ട്, ഹോട്ടാണ് എന്ന് പറയുന്ന പോലെ പ്രകാശമുണ്ട്. മൂഡെന്ന് പറയുമ്പോൾ കുറേ കൂടെ നീണ്ടു നിൽക്കുന്ന, മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നതാണ് നമ്മൾ മൂഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുന്നത്, ഇത് മഴക്കാലത്തിനിടയ്ക്ക് ഒരു 2 ദിവസം ഒന്ന് തെളിഞ്ഞു എന്ന് നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ ഇത് മഴക്കാലമാണ്, അല്ലെങ്കിൽ ഇതിപ്പം ശൈത്യകാലമാണ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥായിയായ ഒരു ഭാവം. അതായത് എന്നെ കണ്ടാൽ അവൻ എപ്പോഴും ഒരു കരച്ചിലുകാരനാണ്, അല്ലെങ്കിൽ പുള്ളി ഭയങ്കര ഓപ്റ്റിമിസ്റ്റാണ്, ചിയർഫുള്ളാണ്. നമ്മുടെ ഒരു കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഒരു 100 പ്രാവശ്യം കാണുമ്പം 50 പ്രാവശ്യത്തിൽ കൂടുതൽ എന്തായിരിക്കും എന്നുള്ളത്. അതായത് കേരളം എന്ന് പറയുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്, മഴയാണ് കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഇത്. ഇന്നും വെച്ചുകൊണ്ട് വേനലില്ലേ ഉണ്ട്. ഓക്കെ, പക്ഷേ അത് ഹ്രസ്വമാണ്. അത് ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത് മോർ ലാസ്റ്റിംഗ്. അപ്പം നമ്മുടെ മൂഡെന്ന് പറയുമ്പം ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്. മൂഡെന്ന് പറയുന്നത് ഒരു ബേസിക് റിക്വയർമെൻ്റാണ്. ബേസിക് ഇതാണ്, നമ്മുടെ എല്ലാ പ്രവൃത്തികളും, എല്ലാ ചിന്തകളും, നമ്മുടെ എല്ലാ മാനസിക വ്യാപാരങ്ങളെയും അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒഴിക്കുന്ന ഒരു ഡ്രോപ്പ് ഇങ്ക് പോലെയാണത്. അത് പോയിട്ട് ആ വെള്ളം മുഴുവൻ കളർ ചെയ്ത് കളയും. അണ്ടർസ്റ്റുഡ്? സോ ഇഫ് യു ആർ സാഡ്, all the memories you have are sad. You can only recollect sad things. നമുക്ക് നമ്മുടെ കുറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മ, നമ്മുടെ കുറവുകളെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകൾ, അനീതികളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. മറ്റുള്ളവർ നമ്മളോട് സ്നേഹമില്ലാതെ പ്രവർത്തിച്ച സന്ദർഭങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ മുഴുവൻ നെഗറ്റീവാണ്. എന്നെക്കൊണ്ടത് പറ്റത്തില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും എവറിത്തിങ് ഗെറ്റ്സ് കളേർഡ് ബൈ മൂഡ്. അതുകൊണ്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ പറയുന്ന ആൾ ശരിയാണ്, എനിക്ക് മൂഡില്ലെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, എനിക്കതിനുള്ള എനർജി ഉണ്ടാകത്തില്ല, എനിക്കതിനുള്ള പോസിറ്റിവിറ്റി, എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റും എന്ന ഇതില്ല. അത് പോയിട്ട് അതിനുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ആ ഊർജം, അല്ലെങ്കിൽ ആ ഇനീഷ്യേറ്റീവ്, ആ മോട്ടിവേഷൻ വിൽ ബി ലാക്കിങ്. അപ്പം നമ്മളത് മാറ്റിവെക്കും. ഞാൻ പറഞ്ഞു, അതാണ് നമ്മൾ ഈ മൂഡില്ലെങ്കിൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ഒരു കണക്കിൽ അത് ശരിയാണ്. ഓക്കെ, അപ്പം മൂഡുള്ളപ്പം നമ്മളെല്ലാം ചെയ്യും. ഈ മൂഡ് സ്വിങ്സും മൂഡ് ഡിസോർഡറും. മൂഡ് ഡിസോർഡർ എന്ന് നമ്മൾ, അതായത് ഒരു സൈക്യാട്രി, ഒരു അസുഖം എന്ന നിലയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം ആ വ്യത്യാസങ്ങൾക്ക് വളരെ വളരെ ക്ലിയർ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മളിപ്പം ഡിപ്രസീവ് എപ്പിസോഡ് എന്ന് പറയുമ്പം ഇന്ന ലക്ഷണങ്ങളിൽ ഇത്ര ലക്ഷണങ്ങളെങ്കിലും ഇത്ര ദിവസം ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു 8-10 ക്രൈറ്റീരിയകളുണ്ട്, ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങളിൽ 4 എണ്ണമെങ്കിലും ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈം, കൂടുതൽ ദിവസങ്ങളിൽ ഫോർ എ പീരീഡ് ഓഫ് 14 days.
24/7 വേണമെന്നല്ല, 2 ആഴ്ചയിൽ കൂടുതൽ ദിവസങ്ങളിൽ കൂടുതൽ സമയത്തും ഈ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വളരെ ക്ലിയറാണ്. മേനിയ എന്ന് പറയുമ്പം ഈ ഇന്ന ലക്ഷണങ്ങളിൽ ഇത്ര ലക്ഷണങ്ങൾ ഒരാഴ്ചയെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ക്ലിയർ ഡിഫൈനാണ് മൂഡ് ഡിസോർഡർ. അതില്ലെങ്കിൽ നമുക്കതിനെ മൂഡ് ഡിസോർഡർ എന്ന് പറയാൻ പറ്റത്തില്ല. മൂഡ് സ്വിങ് എന്ന് പറയുമ്പം നമ്മുടെ ഇതിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. ഇപ്പം ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. ശരിക്കും 3/4 മണിക്കൂർ മുമ്പ് ഐ വാസ് ആങ്ഷ്യസ്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതിൻ്റെ പുറകെ ഞാൻ താമസിച്ചു പോയത് ഇതിന് വരാൻ. അപ്പം ആ സമയത്ത് അതൊന്ന് സോൾവ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു, ഞാൻ ആങ്ഷ്യസ് ആയിരുന്നു. ഓക്കെ, ചിലപ്പം ഇതിന് ശേഷം എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ എൻ്റെ മൂഡ് സാഡ്നെസ്സിലോട്ട് നീങ്ങാം. അത് വെതർ ചേഞ്ച് പോലെയാണ്. സൂര്യൻ വന്നു പോയി, ഇത് കാർമേഘം വന്നു മാറി എന്ന് പറയുന്നത്. സോ മൂഡ് സ്വിങ്സ് ക്യാൻ ബി ഷോർട്ട് ലാസ്റ്റിംഗ്. ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലാണ് ഇത് കൂടുതൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ആ ടൈമിൽ മാത്രം ഇത് എന്ന് മാത്രം ഞാൻ പറയത്തില്ല. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ പലതരം ഹോർമോണുകളുണ്ട്. നമ്മൾ ഈ മാനസിക രോഗങ്ങളെക്കുറിച്ച് പറയുമ്പം ഒന്നാമത്തെ കാര്യം, ഒരു നല്ല സൈക്കാട്രിസ്റ്റ് ചോദിച്ചാൽ പുള്ളി ആദ്യം പറയുന്ന ഉത്തരം മാനസിക രോഗം എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്നാണ്. ദേ ഓൾവേസ് സേ ദാറ്റ് ദേ ആർ ബ്രെയിൻ ഡിസീസസ്. തലച്ചോറിൻ്റെ അസുഖങ്ങളാണ്. മനസ്സ് എന്ന് പറയുന്നൊരു കൺസ്ട്രക്റ്റ് ഇല്ല. നമ്മുടെ ശരീരം മുറിച്ച് നോക്കിയാൽ അവിടെ മനസ്സെന്ന് പറഞ്ഞൊരു അവയവം ഇല്ല. ഇല്ലാത്ത അവയവത്തിന് എവിടുന്ന് അസുഖം വരും എന്ന അതൊരു പണ്ടത്തെ ചോദ്യമായിരുന്നു. ഇപ്പം നമുക്കറിയാം, മനസ്സെന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഒരു ഫങ്ഷനാണ്. നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് ഒരു നല്ല മനസ്സ്. ആ തലച്ചോറിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടായാൽ നമ്മുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ വരും. അണ്ടർസ്റ്റുഡ്? അപ്പം ഈ തലച്ചോറിൽ നമ്മൾ മാനസികം എന്ന് പറയുന്ന ആക്ടിവിറ്റീസൊക്കെ ന്യൂറോളജിക്കൽ ആക്ടിവിറ്റീസാണ്. നാഡീകോശങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബിഹേവിയറും നമ്മുടെ ഇമോഷനും നമ്മുടെ ചിന്തകളും ഒക്കെ. ഇതിന് മുഴുവൻ ഒരു കെമിക്കൽ സിഗ്നലിംഗ് ബേസിസ് ഉണ്ട് അകത്ത്. നമ്മളിപ്പം ഡോപ്പമീൻ എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ, ഡോപ്പമീൻ, സെറോട്ടോണിൻ എന്നൊക്കെ പറയുന്നത്. അത് അങ്ങനത്തെ കെമിക്കലുകൾ ഉപയോഗിച്ചുള്ള നാഡീകോശങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് നമ്മൾ പറയുന്ന ഈ മാനസിക ഭാവങ്ങളും ചിന്തകളും അതുപോലെ തന്നെ അതിൻ്റെ രോഗങ്ങളും ഒക്കെ ഉരുത്തിരിയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കെമിക്കലുകൾക്കും ഇതിനൊരു എഫക്റ്റ് ഉണ്ട്. ഹോർമോണുകൾക്ക് പ്രത്യേകിച്ച്. ഹോർമോൺ എന്ന് പറയുമ്പം തൈറോയിഡിൽ നിന്ന് അല്ലെങ്കിൽ സ്ത്രീ ഓർഗൻസിൽ നിന്ന്, ഓവറിയിൽ നിന്നുണ്ടാക്കുന്ന ഹോർമോണുകൾ ശരീരം മുഴുവൻ വ്യാപിക്കും. അക്കൂട്ടത്തിൽ തലച്ചോറിലും പോകും. ഓക്കെ, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന ഹോർമോണുകൾ അല്ലെങ്കിൽ ഒരു സർക്കേഡിയൻ റിതമുള്ള ഹോർമോണുകൾക്ക് തലച്ചോറിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. തലച്ചോറിനെ ഒരുപക്ഷെ മാനസിക ഭാവങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഹോർമോണുകളാണ്. ഒന്ന് സ്ത്രീ ഹോർമോണുകളും ഒന്ന് തൈറോയിഡ് ഹോർമോൺ. അപ്പോൾ സ്ത്രീ ഹോർമോണുകൾ ഒരിക്കലും സ്റ്റേബിൾ അല്ല. ദേ കീപ് ഫ്ലക്ച്വേറ്റിംഗ്. 28 ദിവസങ്ങളിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. പ്രഗ്നൻസിയിൽ ഒരു ലോങ്ങർ ഫ്ലക്ച്വേഷൻ ഉണ്ട്. അത് കൂടുന്നു, അത് ഡെലിവറി കഴിഞ്ഞ് കുറയുന്നു. ഇതനുസരിച്ച് തലച്ചോറിനോടുള്ള എക്സ്പോഷർ, തലച്ചോറിലോട്ട് കയറി ചെല്ലുന്ന ഹോർമോണിൻ്റെ അളവുകളും മാറ്റം ഉണ്ടാകുന്നു. തലച്ചോറ് അതിനോട് റെസ്പോണ്ട് ചെയ്യും. അതും ഒരു കെമിക്കലാണ്. അതനുസരിച്ച് ബാക്കി കെമിക്കലിൻ്റെ പ്രവർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ടാണ് മെൻസ്ട്രുവൽ സൈക്കിൾ അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി സൈക്കിൾ അനുസരിച്ചും സ്ത്രീകളുടെ ഹോർമോണുകൾ മാറും. അത് മാത്രമല്ല, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മുടെ മൂഡ് ഒരു ദിവസം അനുസരിച്ച് മാറുന്നുണ്ട്. അണ്ടർസ്റ്റുഡ്? അതുപോലെ തന്നെ മൂൺ സൈക്കിൾ വെച്ച് മാറുന്നുണ്ട്. ആനുവൽ സൈക്കിൾ മാറുന്നുണ്ട്. ദർ ഇസ് എ കൺസെപ്റ്റ് കോൾഡ് സീസണൽ അഫക്റ്റീവ് ഡിസോർഡേഴ്സ്. ഒരു പ്രത്യേക സീസണിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ. അതുകൊണ്ട് SAD, സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ. നമ്മൾ ഒരു പേഷ്യൻ്റ് ഡിപ്രഷനായിട്ട് വരികയാണെങ്കിൽ അവരോട് ചോദിച്ചാൽ പറയും രാവിലെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്, കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനേ തോന്നത്തില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഏകദേശം നോർമലാണെന്ന് തോന്നും.
ഓക്കെ, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും, അതായത് രാവിലെ അങ്ങ് ഡിപ്രഷൻ്റെ ഹൈറ്റിലാണ്, വൈകുന്നേരം ആകുമ്പോൾ ഇച്ചിരി ഭേദമാവും, അല്ലെങ്കിൽ വൈസ് വേഴ്സ, രാവിലെ ഓക്കെയാ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ക്ഷീണിക്കും, മടുക്കുന്നു. അങ്ങനെ ഒരു വേരിയേഷൻ വളരെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അതും ഒരു ഡിപ്രഷൻ്റെ സൈനാണ്. ഓക്കെ, സോ ദീസ് ഡയർണൽ വേരിയേഷൻ, ദൈനംദിന വേരിയേഷൻ, ലൂണാർ സൈക്കിളുണ്ട്, മാസ വേരിയേഷൻ, ആനുവൽ വേരിയേഷൻ എന്നതുപോലെ സ്ത്രീകളുടെ മെൻസ്ട്രുവൽ സൈക്കിൾ അനുസരിച്ചുള്ള വേരിയേഷനാണ് ഈ പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്നത്. മെൻസസ് തുടങ്ങുന്ന ദിവസത്തിൻ്റെ ഒരാഴ്ച മുമ്പ് മുതൽ, അല്ലെങ്കിൽ ആ പെരി മെൻസ്ട്രുവൽ ഏരിയ സമയം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസത്തേക്കിനുണ്ടാകുമ്പോൾ നമ്മൾ തന്നെ PMDD എന്ന് പറയുന്നത്. പ്രഗ്നൻസിയുടെ ഏത് സമയത്തും ഉണ്ടാകാം, പക്ഷേ സാധാരണ ഡെലിവറിക്ക് ശേഷമാണ് അത്. കാരണം എന്താ വെച്ചാൽ സഡൻ ചേഞ്ച് ഇൻ ദ ഹോർമോൺസ്, പെണ്ണുങ്ങളുടെ ഹോർമോണിൻ്റെ അളവുകളിൽ. അപ്പം ആ സമയത്ത് മൂഡ് വേരിയേഷൻ ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാകാമെന്നല്ല, ചിലർ അതിനോട് കൂടുതൽ സെൻസിറ്റീവാണ്. അണ്ടർസ്റ്റുഡ്? അതനുസരിച്ച് അവർക്ക് എല്ലാ പെൺകുട്ടികൾക്കും മെൻസസിൻ്റെ സമയത്ത് ഒരു ഇച്ചിരി ബ്ലൂ പോലെ തോന്നാം, ഒരു ഡൾനെസ്. ചിലർക്കത് ഭയങ്കരമായിരിക്കും. ദേ ബിക്കം ഇറിറ്റബിൾ, അരിശപ്പെടുക, അത് ഇത്, അങ്ങനെ അഗ്രസീവ് ആവും, ഡിപ്രസ്ഡ് ആവും, കരച്ചിലാവും, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം ആ സിവിയറിറ്റി മാറിയിരിക്കും, പക്ഷേ എല്ലാവർക്കും തന്നെ. ഡോക്ടർ, അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതായത് എനിക്കിങ്ങനെ മൂഡ് സ്വിങ് ആണ്, അപ്പം എനിക്കിത് കൺട്രോൾ ചെയ്യണം എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിപ്പം ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്, ഞാൻ അങ്ങ് വിചാരിച്ചാൽ ഹാർട്ട് അറ്റാക്ക് അങ്ങ് ശരിയാകുമോ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അത്രയല്ല. അല്ലെങ്കിൽ എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, ഓക്കെ, ഞാനങ്ങ് ചിന്തിച്ചാൽ ഡയബറ്റീസിനങ്ങ് ശരിയാക്കാം, ഇൻസുലിൻ ലെവല് എന്ന പോലെയുള്ളൂ. അതൊരു കെമിക്കൽ വ്യതിയാനമാണ്. ആ കെമിക്കൽ വ്യതിയാനത്തിനോട് നിങ്ങൾ സെൻസിറ്റീവ് ആണെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും വഴികൾ കണ്ടുപിടിക്കണം, ആ വ്യതിയാനം നിർത്താൻ. പിന്നെ എല്ലാത്തിൽ നിന്നും ഒരു ഡിസ്ട്രെസ് ഉണ്ട്. നമ്മൾ ഇപ്പം പറയുവാണെങ്കിൽ, ഒന്ന് സംഭവിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ സംഭവത്തിനോട് പ്രതികരിക്കുന്ന 2 കാര്യങ്ങളുള്ളത്. ബുദ്ധിസ്റ്റ് മതത്തിൽ ഇതിന് 2 arrows എന്ന് പറയും. ആദ്യം നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ആരോ, ലൈക്ക് സേ സംബഡി സെൻസിറ്റീവ് ടു ഈ തൈറോയിഡ് ഹോർമോൺ ഫ്ലക്ച്വേഷനിനോട് സെൻസിറ്റീവാണ്. അപ്പം തൈറോയിഡ് ഹോർമോൺ ലെവൽ കുറയുമ്പോൾ അവർ ഡിപ്രഷനിലോട്ട് പോകും. അതിനോട് നമ്മൾ പ്രതികരിക്കുന്ന രീതികളിൽ ചിലപ്പം നമുക്കൊരിച്ചിരി ഇനി മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഡിസ്ട്രെസ് കുറയ്ക്കാൻ ഇച്ചിരി വല്ലതും പറ്റും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ ആ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു മരുന്ന് തൈറോക്സിൻ കഴിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ സ്ത്രീ ഹോർമോൺ PMDD സമയത്ത് ചില മരുന്നുകളുണ്ട്, അതൊന്ന് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിപൂർവവും കൂടുതൽ എഫക്റ്റീവ്. നമ്മൾ ഈ മൂഡ് സ്വിങ്സ് വരികയാണ്, പീരീഡ്സിൻ്റെ ടൈമിൽ മൂഡ് സ്വിങ്സ് വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾ ഇങ്ങനെ ചോദിക്കും, ഞങ്ങൾക്കൊന്നും മൂഡ് സ്വിങ്സ് വരാറില്ല എന്ന്. ശരിക്കും ഈ പുരുഷന്മാർക്ക് വരാറുണ്ടോ? പുരുഷന്മാർക്ക് അങ്ങനെ ഒരു സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു ഹോർമോൺ, ഒരു പക്ഷേ തൈറോയിഡ് മാത്രമേ സൈക്ലിക്കൽ ചേഞ്ച് വരുന്നതും മൂഡിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഹോർമോണുകൾ കുറവാണ്. ഓക്കെ, ടെസ്റ്റോസ്റ്ററോൺസ് ഒരു പക്ഷേ കാണുമായിരിക്കും. പക്ഷേ എന്നാലും അതിനങ്ങനെ ഒരു സൈക്കിളില്ല, ഒരു മന്ത്ലി സൈക്കിൾ പോലുള്ള ഒരെണ്ണം ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ വ്യതിയാനങ്ങൾ വരാത്തത്. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മൂഡ് സ്വിങ്സ് ഇല്ലെന്നല്ല, ഒരു പക്ഷേ ആ മൂഡ് സ്വിങ്ങിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും ആൺകുട്ടികളിൽ ഡ്രഗ് അബ്യൂസും ആൽക്കഹോൾ യൂസും അഗ്രഷനും ഒക്കെ ഒരു ഇച്ചിരി കൂടുതലാകുന്നത്. അത് അവരുടെ മൂഡ് മാറുന്നതനുസരിച്ച് അവർ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, പക്ഷേ അങ്ങനെ ഇത്ര ക്ലിയറായിട്ട് മാറുന്ന ഒരു സൈക്കിൾ അവർക്കില്ല, ഒരു മന്ത്ലി സൈക്കിൾ അവർക്കില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും, ഇവർക്ക് മൂഡ് സ്വിങ്സ് ആണ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളതിൻ്റെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യും. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പാറ്റേൺ. ഓക്കെ, മെൻസസിൻ്റെ ടൈം ആകുമ്പോഴാണ് ഇറിറ്റബിൾ ആകുന്നത്. ഓക്കെ, മെൻസസ് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ഇറിറ്റബിലിറ്റി ഡിസപ്പിയർ ആകുന്നു. ദേ ഷുഡ് ബി ഏബിൾ ടു ഒബ്സർവ്. അവർക്ക് ആ പാറ്റേൺ കണ്ടുപിടിക്കണം. പിന്നെ ആ പാറ്റേൺ കണ്ടുപിടിച്ച ശേഷം അതെന്തായിരിക്കും അതിന് കാരണമെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, എന്നൊക്കെ അതിന് ചിലപ്പം നമ്മളൊരു ഹെൽപ്പ് എടുത്തുന്നത്, നമ്മൾ പുസ്തകങ്ങൾ വായിച്ചെന്നിരിക്കും, നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയെന്നിരിക്കും, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയെന്നിരിക്കും, നമ്മളൊരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയെന്നിരിക്കും. ഫോർ എക്സാമ്പിൾ തൈറോക്സിൻ ചേഞ്ചസ്. എനിക്ക് ഹൈപ്പോതൈറോയിഡിസം വന്നപ്പോൾ എനിക്ക് ഇറിറ്റബിലിറ്റി വെച്ചാണ് തുടങ്ങിയത്.
ഐ വാസ് മോർ ഇറിറ്റബിൾ. ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് തൈറോക്സിനാണ് നോക്കിയത്. നോക്കിയപ്പം കുറവുണ്ട്, ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. അണ്ടർസ്റ്റുഡ്. അപ്പം നമുക്കുണ്ടാകുന്ന ഒരു മാറ്റത്തെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം, ഒരു പാറ്റേൺ ഉണ്ട്, ഒരു മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഉത്തരം കണ്ടുപിടിക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ പഠിത്തം ഇങ്ങനെ വന്നേ, അപ്പം ആ കുട്ടിയുടെ ബിഹേവിയറിലൊരു മാറ്റമുണ്ട്. പഠിക്കാൻ മിടുക്കനായ ഒരു കുട്ടി, അവനിപ്പം ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ല, വളരെ ഫോക്കസ്ഡ് ആയ ഒരു കുട്ടി ചെല്ലുമ്പം നമ്മളതിന് ഒരു ചേഞ്ച് ഇൻ ബിഹേവിയറിനൊരു ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണ് ചുറ്റിലുള്ളവർ. അത് അവൻ ചീത്തയാണ്, അവനിതാ നമ്മൾ പറയുന്ന ഈ എളുപ്പ ഉത്തരങ്ങൾ ആയിരിക്കും. അവനൊരു ടീനേജുകാരൻ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ചില ഉത്തരങ്ങളും കാണണം. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്യുകയെന്ന് വെച്ചു. നമ്മളെല്ലാവരും ജോലി റിസൈൻ ചെയ്യുന്നവരാണ്. ഞാൻ തന്നെ ജോലി 3-4 പ്രാവശ്യം മാറി. പക്ഷേ അതിനൊക്കെ ഒരു കറക്റ്റ് ഇതുണ്ട്. ഇന്നത് ഒരു പുതിയ ജോലി, അവിടെ എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ മറ്റൊരു ജോലി കണ്ട് അതെടുത്ത ശേഷമാണ് ഈ ജോലി വിടുന്നത്. അല്ല, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ഈ ജോലിയിൽ, എനിക്കൊരു ബ്രേക്ക് വേണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ജോലി എനിക്ക് ബുദ്ധിമുട്ടാണ്, കഴിഞ്ഞ 20 കൊല്ലം ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്കിപ്പോൾ അത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര സ്ട്രെസ്സാണ് എന്ന രീതിയിൽ പറഞ്ഞ് എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ റെസിഗ്നേഷൻ ഇടുമ്പം ഐ ഓൾവേസ് ടെൽ ദം പ്ലീസ് ഗോ ടു എ സൈക്കാട്രിസ്റ്റ്. അവരോടൊന്ന് സംസാരിച്ച ശേഷമേ പോയ റെസിഗ്നേഷൻ എടുത്തുള്ളൂ. അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒട്ടുമുക്കാൽ പേർക്കും ഒരു ഡിപ്രഷൻ്റെ തുടക്കമായിരിക്കും.